വന്നത് ഒരു വണ്ടിയിലാണ് വന്നത്. അവരുടെ കയ്യിൽ കത്തിയും ഇതൊക്കെ ഉണ്ടായിരുന്നു, കമ്പിയൊക്കെ ഉണ്ടായിരുന്നു. കമ്പി വെച്ചാണ് കാലിൽ അടിച്ചതും ഇവിടെ അടിച്ചതും. കൈക്കും പൊട്ടലുണ്ട്, കാലിന് മുട്ട് നടക്കാനൊന്നും വയ്യ, കിടത്തയാണ് പൊട്ടിച്ച്. സാമ്പത്തിക വിഷയമാണെങ്കിൽ പോലും ഒരു കേസ് നിലനിൽക്കെ ഇങ്ങനെ വന്ന് കുറച്ച് ഗുണ്ടുകളൊക്കെ അയച്ചിട്ട് ഇങ്ങനെ വന്ന് ഒരാളെ കൈയൊക്കെ അടിച്ചൊടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സാംസ്കാരിക കേരളത്തിന് യോജിച്ച ഒന്നല്ല. പോലീസിന് മനസ്സിലായി ഇത് കള്ള കേസാണെന്ന് മനസ്സിലായി. അവര് അച്ഛനെ കൊട്ടിയത്ത് വെച്ച് കണ്ടായിരുന്നു. നമസ്കാരം. ഇന്നലെ ആറ്റിങ്ങൽ പൊയ്കമുക്കിൽ വളരെ ദാരുണമായ ഒരു സംഭവം നടന്നു. ഒരു ചെറുപ്പക്കാരനെ ഏതാനും ഗുണ്ടുകൾ ചേർന്ന് അടിച്ച് കൈ ഒടിക്കുകയും ദേഹമാസകലം അടിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ മകളും റിലേറ്റീവാണ് ഇപ്പോൾ നമ്മളൊപ്പം ചേരുന്നത്. എന്താ നമ്മളെ സംഭവിച്ചെന്താണ്? ഇന്നലെ വൈകിട്ട് ഒരു 5:45, 6:15 ടൈമിൽ ഒരു ബ്ലൂ കളർ കാറിൽ ഒരു 4-5 പേര് വന്ന് അച്ഛനെ അടിച്ച് കാലിലും കമ്പിയിട്ടൊക്കെ അടിച്ച് ദേഹം ഫുള്ള് ഇവിടെ പൊട്ടി. ഇവിടെ പരിക്ക് നല്ലതായിട്ടുണ്ട്. വലതേ കൈക്ക് ഉണ്ട്, കാലിനുണ്ട്, കാൽമുട്ട്, നടക്കാനൊന്നും വയ്യ. സംഭവം മുൻവൈരാഗ്യമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അതാണ് പാരിപ്പള്ളി കേസുണ്ടായിരുന്നു. കേസ് പിന്നെ ഇത് ട്രാപ്പാണ്. കാലും കൈയും അടിച്ചൊടിച്ചിടുവെന്ന് പറഞ്ഞ് വെല്ലു വിളിച്ചിട്ടുണ്ടായിരുന്നു മുന്നേ. സാമ്പത്തിക അച്ഛൻ അവരുടെ പൈസ വാങ്ങിച്ചെന്ന് പറഞ്ഞാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ അച്ഛൻ ഇതുവരെ വാങ്ങിച്ചിട്ടില്ല. അവരൊരു ഡേറ്റ് പറഞ്ഞു, ഇന്ന ഡേറ്റിൽ അച്ഛൻ പോയി വാങ്ങിച്ചെന്ന്. അപ്പൊ അച്ഛൻ ആ ഡേറ്റിൽ ഞങ്ങൾ എല്ലാവരും വീട്ടിലുണ്ടായിരുന്നു. അച്ഛൻ എങ്ങോട്ടും പോയിട്ടില്ല. ഇതിന്റെ പേരിലാണ് അവർ കൊടുത്തേക്കുന്നത്. മുന്നേ ഞങ്ങളൊക്കെ ജനിക്കുന്നതിന് മുന്നേ. പോലീസിന് മനസ്സിലായി ഇത് കള്ള കേസാണെന്ന് മനസ്സിലായി. അവര് അച്ഛനെ കൊട്ടിയത്ത് വെച്ച് കണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ കേസും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ ആയത്. വന്നത് ഒരു വണ്ടിയിലാണ് വന്നത്. അവരുടെ കയ്യിൽ കത്തിയും ഇതൊക്കെ ഉണ്ടായിരുന്നു, കമ്പിയൊക്കെ ഉണ്ടായിരുന്നു. കമ്പി വെച്ചാണ് കാലിൽ അടിച്ചതും ഇവിടെ അടിച്ചതും. കൈക്കും പൊട്ടലുണ്ട്, കാലിന് മുട്ട് നടക്കാനൊന്നും വയ്യ, കിടത്തയാണ് പൊട്ടിച്ച്. കണ്ണിന് പൊട്ടലുണ്ട്, കണ്ണ് മുറിഞ്ഞിട്ടുണ്ട്, പൊട്ടലുണ്ട്. പിന്നെ സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട് ഇവിടെ. തിരിച്ചറിയാൻ പറ്റത്തില്ല, ആരാണെന്ന് അറിയത്തില്ല. CCTV ഒക്കെ നോക്കിയായിരുന്നു. ഇനി പൊയ്കമുക്കിലും കൂടി നോക്കണ്ട, അവിടെ ഒന്നും വർക്കിംഗ് അല്ല. അവര് പൊയ്കമുക്ക് വഴിയാണ് വന്നതെന്നാണ് അടുത്തുള്ള അവര്. അവര് ഇടയ്ക്കിടയ്ക്ക് വീട്ടില് തിരക്കി വരുമായിരുന്നു. ആളില്ലാത്ത അപ്പുറത്തും ഇപ്പുറത്തൊക്കെ തിരക്കി വന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങളവിടെ പരിചയമില്ലാത്ത കാറിൽ കുറെ പേര് വന്ന് കിടക്കും. അതിന് മുന്നേ തലേ ദിവസം അവിടെ അമ്പലത്തിൽ ഉത്സവമായിരുന്നു. അപ്പൊ രാത്രി അങ്ങോട്ടും ഇങ്ങോട്ടും ആ പരിചയമില്ലാത്ത 3 പേര് പോയെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞായിരുന്നു. അച്ഛൻ വാങ്ങിച്ചിട്ടില്ല. അവരുടെ 2 പവന്റെ മാല വാങ്ങിച്ച് എത്ര ലക്ഷം രൂപ ഇങ്ങനെ, എന്നിട്ട് അച്ഛന് മാസം തോറും പൈസ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുന്നെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവർ പറഞ്ഞത്. പക്ഷെ ഇത് അവർ വേറെ ആർക്കാ കൊടുത്തിട്ട് അച്ഛൻ്റെ മുകളിലോട്ട് ആക്കിയതാണ്. ഇതിന് മുന്നേ പാരിപ്പള്ളിയിൽ സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവര് കേസ് കൊടുത്തിട്ടാണ് അവര് വാങ്ങിച്ചെന്ന് പറഞ്ഞാൽ അവര് കൊണ്ടുപോയി കേസ് കൊടുത്തിട്ടാണ് അവർ ഇന്നലെ ഇങ്ങനെ കാണിച്ചത്. പാരിപ്പള്ളി സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അച്ഛൻ മെഡിക്കൽ കോളേജിൽ. പാരിപ്പള്ളിയിൽ കേസ് കൊടുത്തത് ബിജുവും രഞ്ജുവാണ്. പിന്നെ ഇന്നലെ അടിക്കാൻ വരാൻ നേരത്ത് വേറൊരാൾ ഫോണിൽ വിളിക്കുന്നുണ്ടായിരുന്നു, എന്തോ ചെയ്യണോന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞ കൈയും കാലും അടിച്ചൊടിച്ചിടാനാണ് പറഞ്ഞത്. അച്ഛനാണ് പറഞ്ഞത്. ആദ്യം അച്ഛൻ അവിടെ നിൽക്കാൻ നേരത്ത് ഒരാൾ ഫോൺ വിളിച്ചോണ്ട് വന്ന്, എന്നിട്ട് അച്ഛൻ്റെ അടുത്ത് നിന്ന് ഒരു 2 അങ്കിൾമാരുടെ അടുത്ത് സംസാരിച്ചിട്ട് അയാൾ കയറി പോയിട്ടാണ് വന്നത്. ഏതായാലും എന്തോ സാമ്പത്തിക വിഷയമാണെന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ സാമ്പത്തിക വിഷയമാണെങ്കിൽ പോലും ഒരു കേസ് നിലനിൽക്കെ ഇങ്ങനെ വന്ന് കുറച്ച് ഗുണ്ടുകളൊക്കെ അയച്ചിട്ട് ഇങ്ങനെ വന്ന് ഒരാളെ കൈയൊക്കെ അടിച്ചൊടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സാംസ്കാരിക കേരളത്തിന് യോജിച്ച ഒന്നല്ല. അത് തിരുത്തപ്പെടേണ്ട ഒന്നാണ്, ശിക്ഷ ഉറപ്പാക്കേണ്ട ഒന്നാണ്. ഒരു പക്ഷേ ഇന്നലെ വന്ന ആൾക്കാരുടെ ആ ടവർ ലൊക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ ആരാണ്, എന്താണ്, ആരുടെ ഫോണാണെന്നൊക്കെ അറിയാൻ കഴിയും. ഇപ്പോഴത്തെ നമ്മുടെ സാങ്കേതിക കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വളരെ എളുപ്പം തന്നെ പ്രതികളെ പിടിക്കാൻ കഴിയും. എന്നാലും ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. താമസിയാതെ പ്രതികൾ വലയിലാകുമെന്നാണ് സൂചന. ഇസ്മാൻസിന് വേണ്ടി ക്യാമറമാൻ അരുൺ സാഗറിനൊപ്പം ശ്രീത് മൈലാർ സൈനിങ് ഓഫ്.